ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഡി മൾട്ടിപ്ലക്സേഴ്സിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന് മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മൾട്ടിപ്ലക്സേഴ്സിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 1:4 ഡി മൾട്ടിപ്ലക്സറിലാണ് നമ്മൾ അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത് 1:8 ഡി മൾട്ടിപ്ലക്സറിൽ നിന്നാണ് നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഈ സ്ക്രീനകത്ത് കാണാൻ പറ്റും 1:8 ആണിത് കേട്ടോ. അത് ഒന്നിലേക്ക് നമുക്ക് 1:8 ഡിമക്സ് എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ 1:8 ഡിമക്സ് എന്ന് കൊടുക്കാം. ഇവിടെ ഇൻറ്റു എന്ന് നിങ്ങൾ മാർക്ക് ചെയ്യുക. 1:8 ഡി മൾട്ടിപ്ലക്സറാണ് 1:8 ഡിമക്സ്, ഇങ്ങനെയും നമുക്ക് പറയാം. അപ്പം സ്ക്രീനിനകത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട് 1:8 ഡി മൾട്ടിപ്ലക്സറിൻ്റെ ഫിഗറാണ് സ്ക്രീനിൽ കൊടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. 1:8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻപുട്ടും 8 ഔട്ട്പുട്ടും അടങ്ങിയിട്ടുള്ളതാണ് ഡിമക്സ്. 1:8 ഡിമക്സ് എന്നത് ഒരു ഇൻപുട്ടും 8 ഔട്ട്പുട്ടും. നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. മൾട്ടിപ്ലക്സറിൻ്റെ കാര്യത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് 8:1 മൾട്ടിപ്ലക്സറാണ്. എന്ന് വെച്ചാൽ 8 ഇൻപുട്ടും ഒരു ഔട്ട്പുട്ടുമായിരുന്നു. അപ്പം 2⁻³ = നമുക്ക് 8 അല്ല കിട്ടുക. 2⁻³ എന്ന് പറഞ്ഞാൽ 3 എന്ന് കാണിച്ചിട്ടുള്ള പവർ എന്താണോ അത്രയും സെലക്ട് ലൈൻസാണ് നമുക്ക് കാണപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് നമ്മൾ എന്തെഴുതും? 3 സെലക്ട് ലൈൻസാണ് 1:8 ഡി മൾട്ടിപ്ലക്സറിലും നമ്മൾ കാണപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഡി ഇൻ എന്ന് പറഞ്ഞ ഇൻപുട്ട് 1:8 ഡി മൾട്ടിപ്ലക്സറിലോട്ട് കൊടുക്കുന്നു. അതാണ് ഡി ഇൻ എന്ന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എ ഇൻ എന്ന് കൊടുക്കാം, ഓർ നമ്മൾ എന്താണോ വേരിയബിൾ കൊടുക്കുന്നത് അതാണ് നമ്മുടെ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്. ഇനി S2 S1 S0 അല്ലെങ്കിൽ S0 S1 S2 എന്ന് പറഞ്ഞ 3 സെലക്ട് ലൈൻസുകൾ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. ഈ സെലക്ട് ലൈൻസ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമ്മൾ നമ്മുടെ കോമ്പിനേഷൻസ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ 3 സെലക്ട് ലൈൻസ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമുക്ക് വേണ്ടത് എന്താ? ഡി മൾട്ടിപ്ലക്സർ എന്താ ചെയ്യുക? 1 to many ആയിട്ടാണ് ഡി മൾട്ടിപ്ലക്സർ ചെയ്യുക. ഒരു സിംഗിൾ ഇൻഫർമേഷനെ മെനി ഇൻഫർമേഷൻ സ്പ്ലിറ്റഡ് ഇൻഫർമേഷൻസ് ആക്കി നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഡി മൾട്ടിപ്ലക്സർ. ഇപ്പോൾ നോക്കിക്കോളൂ, ഔട്ട്പുട്ട് എന്തെന്താ? Y0 Y1 Y2 Y3 Y4 Y5 Y6 Y7 അങ്ങനെ 8 ഔട്ട്പുട്ടും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. അതാണ് പേരിൽ നിന്ന് മനസ്സിലാക്കാം. 1:8 ഡി മൾട്ടിപ്ലക്സറാണ് സ്ക്രീനിൽ കൊടുത്തിട്ടുള്ളത്. നോക്കൂ, ഇതാണ് നമ്മുടെ 1:8 ഡി മൾട്ടിപ്ലക്സറിൻ്റെ ട്രൂത്ത് ടേബിൾ. നമുക്കറിയാവുന്നതാണ്, സിമ്പിളായിട്ട് മനസ്സിലാക്കിയാൽ മതി. അതായത് ഡാറ്റ ഇൻപുട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഈ ഒരു സെക്ഷൻ ഡാറ്റ ഇൻപുട്ട് എല്ലാതും ഞാൻ ഡി എന്ന് റെപ്രസെൻറ്റ് ചെയ്തത് എന്താ? നമ്മൾ ഡി മക്സിലോട്ട് കൊടുക്കുന്ന ഇൻപുട്ട് എന്നത് ഡി ആണ്. അപ്പോൾ കോമൺ ആയിട്ട് ഡി റെപ്രസെൻറ്റ് ചെയ്തു. ഇനി രണ്ടാമത്തെ കോളം നോക്കൂ, സെലക്ട് ഇൻപുട്ട്സ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ സെലക്ട് ലൈൻസ് S2 S1 S0 എന്ന് പറഞ്ഞാൽ 3 സെലക്ട് ലൈൻസ് നമ്മൾ എന്ത് ചെയ്തു? സെലക്ട് ചെയ്യുന്നു. ഇതിൻ്റെ കോമ്പിനേഷൻസ് നമുക്കറിയാവുന്നതാ. 0 0 0 0 0 1 0 1 1 0 1 0 1 1 1 1 2 0 0 2 0 1 2 1 0 2 1 1 എല്ലാതും 2 2 സെറ്റാക്കി എഴുതും. എന്നിട്ട് അവസാനത്ത് നമ്മൾ എന്ത് ചെയ്തും? 0 1 0 1 0 1 0 1 എന്ന് എഴുതും. എന്ന് വെച്ചാൽ ഓൾട്ടർനേറ്റ് ആയിട്ട് 0യും 1ഉം നമ്മൾ കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇത് ഒക്ടൽ നമ്പർ സിസ്റ്റം പോലെ. എങ്ങനെയാണ്? ആദ്യത്തെ ഫസ്റ്റ് 3 ബിറ്റുകൾ എന്താ? 0 0 0, രണ്ടാമത്തെ 0 0 1, മൂന്നാമത്തെ 0 1 0, നാലാമത്തെ 0 1 1, അഞ്ചാമത്തെ 1 0 0, ആറാമത്തെ 1 0 1, ഏഴാമത്തെ 1 1 0 ആൻഡ് ഫൈനലി 1 1 1 നമുക്ക് കിട്ടി. ഇനി നോക്കൂ, നമ്മുടെ ഔട്ട്പുട്ടിൻ്റെ സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 ഔട്ട്പുട്ടുകൾ നമുക്ക് വേണം. നമ്മൾ ഇവിടെ നിന്ന് തുടങ്ങുന്നു. Y0 Y1 Y2 Y3 Y4 Y5 Y6 Y7 അങ്ങനെ 7 Y6 Y0 മുതൽ Y7 വരെ നമ്മൾ എഴുതി. എന്ന് വെച്ചാൽ 8 ഔട്ട്പുട്ടുകൾ നമ്മൾ കാണിച്ചു അല്ലേ? ഇനി നോക്കൂ, ഇത് ഇവിടെയാണ് Y0, അതേപോലെ ഇവിടെയാണ് Y7. അത് നിങ്ങൾ ശ്രദ്ധിക്കണേ. നിങ്ങൾ ഇവിടെയാണ് Y0 കൊടുക്കുന്നതെങ്കിൽ അതിനനുസരിച്ചിട്ട് വേണം നമ്മുടെ ഔട്ട്പുട്ട് എഴുതാൻ. ശ്രദ്ധിച്ചോളൂ, S2 S1 S0 എന്നത് 0 0 0 ആണെങ്കിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ഡാറ്റ ഇൻപുട്ട് എന്നത് നമുക്ക് Y0യിൽ കിട്ടുന്നു. അതാണ് ഇവിടെ D എന്ന് നമ്മൾ കാണിച്ചിട്ടുള്ളത്. അതേപോലെ 0 0 1 രണ്ടാമത്തെ കോമ്പിനേഷൻ കൊടുക്കുമ്പോൾ S0 S1 S2 0 0 1 ആണെങ്കിൽ
അതായത് രണ്ടാമത്തെ കോമ്പിനേഷൻ സെലക്ട് ചെയ്തത് 001 ആണെന്നെങ്കിൽ ഈ ഡാറ്റ ഇൻപുട്ട് എന്ന് പറഞ്ഞ ഡി നമ്മുടെ DMUXൻ്റെ Y1 എന്ന് പറഞ്ഞ ഔട്ട്പുട്ടിൽ നമുക്ക് കിട്ടുന്നു. അതാണ് ഇവിടെ Y1ൽ ഡി എന്ന് കൊടുത്തത്. ബാക്കിയുള്ള എല്ലാതും എന്താവും 0 ആയിട്ട് മാറും. കാരണം ഓരോ സമയം അറ്റ് എ ടൈമിൽ ഒരു ഔട്ട്പുട്ടേ നമുക്ക് കിട്ടുന്നുള്ളൂ. അപ്പം കോമ്പിനേഷൻസ് അനുസരിച്ചിട്ടാണ് നമുക്ക് എന്ത് കിട്ടുക, ഔട്ട്പുട്ട് നമുക്ക് കിട്ടുക. ഇനി മൂന്നാമത്തെ നോക്കൂ, 010 ആണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഡാറ്റ ഇൻപുട്ട് ഡി എന്നത് നമുക്ക് എവിടെ കിട്ടും, Y2കകത്ത് കിട്ടുന്നു. അടുത്ത് നോക്കൂ, 011 ആണെങ്കിൽ നമ്മുടെ ഡി എന്നത് Y3യിൽ കിട്ടുന്നു. അടുത്ത് നോക്കൂ, 100 ആണെങ്കിൽ ഡി എവിടെ കിട്ടും, Y4ൽ കിട്ടുന്നു. അടുത്ത ഔട്ട്പുട്ട് Y5ൽ കിട്ടുന്നു. നെക്സ്റ്റ് ഔട്ട്പുട്ട് Y6ലും നെക്സ്റ്റ് ഔട്ട്പുട്ട് Y7ലും. അപ്പം നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാം, ഓരോരോ ഇൻപുട്ടും അഥവാ ഓരോരോ കോമ്പിനേഷൻസ് കൊടുക്കുമ്പോഴും നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ഓരോ Y0 ആദ്യം Y0യിൽ കിട്ടുന്നു, പിന്നെ Y1ൽ കിട്ടുന്നു, പിന്നെ Y2, Y3, Y4, Y5, Y6, Y7 അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് ഓരോരോ ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. നോക്കൂ, ഈ ട്രൂത്ത് ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം, ഡയഗണലായിട്ട് നമുക്ക് എന്ത് കിട്ടി, നമ്മൾ ഡി എന്ന് പറഞ്ഞ ഔട്ട്പുട്ട് അങ്ങനെയല്ലേ നമുക്ക് കിട്ടിയിട്ടുള്ളത്, ഡയഗണലായിട്ടല്ലേ നമ്മുടെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടിയേ. ഇവിടെ ഒരു ഡി, ഇതൊരു ഡി, ഇതും ഒരു ഡി, ഇതിലൊരു ഡി ടി, ഇതിലൊരു ഡി, ഇതിനകത്ത് ഔട്ട്പുട്ട്, ഇതിനകത്ത് ഔട്ട്പുട്ട്, ഇതിനകത്ത് ഔട്ട്പുട്ട്, അങ്ങനെ ഓൾട്ടർനേറ്റ് ഡയഗണലായിട്ട് നമുക്ക് എന്ത് കിട്ടി, ഡി എന്ന് പറഞ്ഞ ഔട്ട്പുട്ട് നമുക്ക് കിട്ടി. അപ്പോൾ എന്ത് മനസ്സിലാക്കണം, ഓരോ കോമ്പിനേഷൻസ് കൊടുക്കുന്ന സമയത്തും ആദ്യത്തെ 0th കോമ്പിനേഷൻ കൊടുക്കുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് Y0യിൽ കിട്ടുന്നു. ഫസ്റ്റ് കോമ്പിനേഷൻ കൊടുക്കുമ്പോൾ ഔട്ട്പുട്ട് Y1ൽ കിട്ടുന്നു. അങ്ങനെ 7ാമത്തെ കോമ്പിനേഷൻ കൊടുക്കുമ്പോൾ ഔട്ട്പുട്ട് നമുക്ക് എവിടെ കിട്ടും, Y7ൽ കിട്ടും. എന്താ ഔട്ട്പുട്ട് കിട്ടുക, ഡാറ്റ ഇൻപുട്ട് എന്താണോ അത് തന്നെ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടും. ഡി എന്ന് പറഞ്ഞ ഇൻപുട്ട് എന്താണോ അത് തന്നെ നമുക്ക് എന്ത് കിട്ടും, ഔട്ട്പുട്ടിനകത്തും കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഡീമൾട്ടിപ്ലക്സറിൻ്റെ 8:1 ഡീമൾട്ടിപ്ലക്സറിൻ്റെ ട്രൂത്ത് ടേബിൾ നമ്മൾ വരയ്ക്കുക. ഓരോരോ കോമ്പിനേഷൻസ് കൊടുക്കുമ്പോഴും നമുക്ക് അതിൻ്റെ ഈക്വലായിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടും. ഓരോ സെക്ഷനിലും നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ഇതാണ് ട്രൂത്ത് ടേബിൾ. അപ്പോൾ ഈ ട്രൂത്ത് ടേബിൾ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മക്സിൽ വരച്ച പോലെ തന്നെ ഡീമൾട്ടിപ്ലക്സറിലും നമ്മൾ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കണം. നോക്കിക്കോളൂ, ഇതാണ് നമ്മുടെ ഡീമൾട്ടിപ്ലക്സർ 8:1 ഡീമൾട്ടിപ്ലക്സറിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം. സിമ്പിളായിട്ട് മനസ്സിലാക്കിയാൽ മതി. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഡി എന്ന് പറഞ്ഞിട്ടുള്ള കോമൺ ആയിട്ട് ഒരു ലൈൻ എടുത്താൽ മതി. ഡി എന്ന് പറഞ്ഞിട്ടുള്ള ഡാറ്റ ഇൻപുട്ട് സിംഗിൾ ലൈനായിട്ട് കൺസിഡർ ചെയ്യുക. എന്നിട്ട് S2, S1, S0 കോമ്പിനേഷൻസ് 3 സെലക്ട് ലൈൻസ് എടുക്കുക. ഇത് നോക്കൂ, ഇത് S2ൻ്റെ 1 എന്ന് പറഞ്ഞ ലൈനാണ്. അത് നോട്ട് ചെയ്തതാണ് ഈ രണ്ടാമത്തെ ലൈന്. ഇനി S1ൻ്റെ 1 എന്ന് പറഞ്ഞ ലൈനാണ് ഈ കാണുന്നത്. അതിനെ നോട്ട് ചെയ്തിട്ടുള്ള ലൈനാണ് ഈ കാണുന്ന നോട്ട് കയറ്റി വെച്ചിട്ടുള്ള ലൈൻ. ഇനി S0ൻ്റെ 1 എന്ന് പറഞ്ഞ ലൈനാണ് ഈ കാണുന്നത്. അതിനെ നോട്ട് ചെയ്തതാണ് ഈ കാണുന്ന ലൈൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത്, S2, S1, S0നെ നമ്മൾ 1നും നോട്ട് ചെയ്തിട്ടുള്ള 0ക്കുമുള്ള ലൈന് വരയ്ക്കും. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മൾട്ടിപ്ലക്സർ എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെ ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുക, സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കാം. ഇത് നോക്കൂ, ഒന്നാമത്തെ കോമ്പിനേഷനാണ് ഫസ്റ്റ് Y0യിൽ കിട്ടുന്നത്. Y0കകത്ത് കിട്ടുന്നത് നോക്കൂ, ഒന്നാമത്തെ എവിടെ, ഇത് 0, ഇതും 0, ഇതും 0. അതായത് 000 ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, Y0 കിട്ടുന്നു. രണ്ടാമത്തെ നോക്കൂ, 001 ആണെങ്കിൽ നമുക്ക് Y1 ഔട്ട്പുട്ട് കിട്ടുന്നു. അതേപോലെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് വരച്ചൂടെ, എല്ലാത്തിൻ്റെ കൂടെ ഡിയും കൂടെ ഉൾപ്പെടുത്തണം കേട്ടോ. ഡിയിൽ നിന്നും ഒരു ലൈനും വരയ്ക്കണം. അടുത്ത് നോക്കൂ, 010 നമുക്ക് എന്ത് കിട്ടും, Y2ൽ ഔട്ട്പുട്ട് കിട്ടുന്നു. നോക്കൂ, 010 അല്ലേ. അടുത്ത് നോക്കൂ, 011 നമുക്ക് എന്ത് കിട്ടും, അടുത്ത Y3 എന്ന് പറഞ്ഞ ഔട്ട്പുട്ട് കിട്ടുന്നു. അടുത്ത് 100 Y4ൽ കിട്ടുന്നു. 101 Y5ൽ കിട്ടുന്നു. 110 Y6ൽ കിട്ടുന്നു. 111 Y7ലും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നു. ഇത് വരയ്ക്കാൻ വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് എന്താ, ഈ സ്ക്രീനിൽ കാണുന്ന അതേപോലെ തന്നെ നിങ്ങൾക്ക് വരയ്ക്കാവുന്നതേ ഉള്ളൂ. സിമ്പിളായിട്ട് മനസ്സിലാക്കുക. എന്താണ്, നോക്കൂ, ആദ്യം 0യിൽ നിന്നെടുത്തു. അതായത് S2ൻ്റെ 0,
S1ൻ്റെ 0, S0ൻ്റെ 0. എല്ലാ സീറോയിൽ നിന്നും നമ്മളെടുത്തിട്ട് ആൻഡ് ഗേറ്റിലോട്ട് കൊടുക്കുന്നു. മാത്രമല്ല കോമൺ ആയിട്ടുള്ള ഡാറ്റ ഇൻപുട്ട് എന്ന് പറഞ്ഞ ഡിയും നമ്മൾ ആൻഡ് ഗേറ്റിലോട്ട് കൊടുക്കുന്നു. അങ്ങനെ ഡാറ്റ ഇൻപുട്ട് ഡിയും 3 കോമ്പിനേഷൻസ് കൊടുക്കുമ്പോൾ നമുക്ക് 4 ഇൻപുട്ട് ആൻഡ് ഗേറ്റ് ആണ്. ആൻഡ് ഗേറ്റിലോട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് Y0 എന്ന് കിട്ടുന്നു. അതേപോലെ രണ്ടാമത്തെ നോക്കൂ, ഡിയിൽ നിന്നെടുക്കുന്നു. അതേപോലെ S2ൻ്റെ 0യിൽ നിന്നൊരു ലൈൻ എടുക്കുന്നു. S1ൻ്റെ 0യിൽ നിന്നൊരു ലൈൻ എടുക്കുന്നു. S0ൻ്റെ 1ൽ നിന്നും ഒരു ലൈൻ എടുക്കുന്നു. അതായത് 0, 0, 1 ആണ് കോമ്പിനേഷൻ. എന്നിട്ട് ആൻഡ് ഗേറ്റിലോട്ട് നമ്മൾ കൊടുക്കും. അപ്പോൾ നമുക്ക് Y1 എന്ന് പറഞ്ഞ ഔട്ട്പുട്ട് കിട്ടുന്നു. നിങ്ങളെന്ത് മനസ്സിലാക്കണം, ഏത് ലൈനിൽ നിന്നാണോ എടുക്കുന്നത്, എവിടെ നിന്നാണോ നമ്മൾ എടുക്കുന്നത്, അവിടെ നമ്മളൊരു ബബിൾ വെച്ച് മാർക്ക് ചെയ്യണം, ഒരു ഡാർക്ക് സ്പോട്ട് കൊടുക്കണം. എന്നിട്ട് വേണം അവിടെ നിന്ന് ലൈൻ വലിക്കാൻ, അതായത് അവിടെ നിന്ന് ലൈൻ വരയ്ക്കാൻ കേട്ടോ. നമ്മളൊരു ബബിൾ കൊടുക്കുക, ഒരു ഡാർക്ക് സ്പോട്ട് കൊടുക്കുക, എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ ലൈൻ വരയ്ക്കുക. ഇനി ഇത് നോക്കൂ, ഡി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡാറ്റ ലൈൻ എടുത്തു. അടുത്ത നോക്കൂ, S2 എന്ന് പറഞ്ഞിട്ടുള്ളതിൻ്റെ 0 അല്ലേ, S1ൻ്റെ 1 എന്ന് പറഞ്ഞിട്ടുള്ള ലൈൻ, S0ൻ്റെ 0 എന്ന് പറഞ്ഞിട്ടുള്ള ലൈൻ. അപ്പോൾ 0, 1, 0 എന്ത് കൊടുത്തു, Y2ൽ എന്ന് പറഞ്ഞ ഔട്ട്പുട്ട് നമുക്ക് കിട്ടി. അതേപോലെ എല്ലാതും നിങ്ങൾ വരയ്ക്കുക. ഫൈനലായിട്ടുള്ള ഒന്നും കൂടി ഞാൻ പറയാൻ നോക്കിക്കോളൂ. ഡിയിൽ നിന്നൊരു ലൈൻ എടുത്തു, അവസാനത്ത് നോക്കിക്കോളൂ കേട്ടോ. S2ൻ്റെ 1ൽ നിന്നും നമ്മൾ എടുക്കുന്നു, S1ൻ്റെ 1ൽ നിന്നും എടുക്കുന്നു, S0ൻ്റെയും 1ൽ നിന്നും നമ്മൾ എടുക്കുന്നു. അതായത് ഫൈനൽ ഇൻപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1, 1, 1 അഥവാ ഫൈനൽ കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1, 1, 1. അങ്ങനെ ഫൈനലായിട്ടുള്ള കോമ്പിനേഷൻസ് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, Y7 എന്ന് പറഞ്ഞിട്ടുള്ള ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നു. ഇങ്ങനെയാണ് നമ്മുടെ 1:8 ഡീമൾട്ടിപ്ലക്സറിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം നമ്മൾ വരയ്ക്കുക. നമ്മൾ മക്സിനകത്ത് വരച്ച സമയത്ത് 8:1 മക്സ് എന്താ വരച്ചിരുന്നത്, എല്ലാതും നമ്മൾ എന്ത് ചെയ്യും, എല്ലാ ഔട്ട്പുട്ടും കൂടെ നമ്മൾ എടുത്തിട്ട് ഒരു കോമൺ ആയിട്ടുള്ള ഓർ ഗേറ്റിലോട്ടായിരുന്നു നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് കോമൺ ഔട്ട്പുട്ടാണ് നമ്മൾ എടുക്കുക. കാരണം മൾട്ടിപ്ലക്സർ എന്താ ചെയ്യുക, മെനി ഡാറ്റയെ 1 ഡാറ്റയാക്കി മാറ്റും അല്ലേ. പക്ഷേ ഇത് ഡീമൾട്ടിപ്ലക്സറാണ്, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതെന്താ ചെയ്യുക, ഒരു ഡാറ്റയെ 1 to many ആയിട്ടാണ് ഇത് തരിക, പുറത്ത് നമുക്ക് കിട്ടുക. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, കോമൺ ആയിട്ടുള്ള ഒരു ഓർ ഗേറ്റിലോട്ട് നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എന്ത് കിട്ടും, നമുക്ക് എല്ലാ ഔട്ട്പുട്ടുകളും ഇതിനകത്ത് നമുക്ക് കാണിക്കാൻ പറ്റും. ഇതാണ് നമ്മുടെ 1:8 ഡീമൾട്ടിപ്ലക്സറിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം. നോക്കൂ, വീണ്ടും ഇത് തന്നെ വരച്ചിട്ടുള്ളത്. ഇറ്റ് ഹാസ് 1 ഡാറ്റ ഇൻപുട്ട്, ഒരു ഡാറ്റ ഇൻപുട്ട് ഉണ്ട്. നമ്മൾ കാണിച്ചിട്ടുള്ള ഈ ഡി എന്ന് പറഞ്ഞത് ഒരു ഡാറ്റ ഇൻപുട്ട് ഉണ്ട്. 3 സെലക്ട് ഇൻപുട്ട്, അതായത് S2, S1, S0 3 സെലക്ട് ഇൻപുട്ടുകളുണ്ട്. ആൻഡ് 8 ഡാറ്റ ഔട്ട്പുട്ട്, അതാണ് കാണിച്ചിട്ടുള്ള Y0 മുതൽ Y7 വരെ 8 ഡാറ്റ ഔട്ട്പുട്ടുകളുമുണ്ട്. ഡിപ്പെൻഡിങ് അപ്പോൺ ദ കോമ്പിനേഷൻ ഓഫ് 3 സെലക്ട് ഇൻപുട്ട് ദ ഡാറ്റ ഇൻപുട്ട് ഈസ് കണക്റ്റഡ് ടു 1 ഓഫ് ദി 8 ഔട്ട്പുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെയാണ്. S2, S1, S0 എന്ന് പറഞ്ഞിട്ടുള്ള കോമ്പിനേഷൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഡാറ്റ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഡീമൾട്ടിപ്ലക്സറിൻ്റെ ഏതെങ്കിലും ഒരു ഔട്ട്പുട്ടുമായി കണക്ട് ചെയ്യപ്പെടുന്നുണ്ട്. എന്ന് വെച്ചാൽ 0, 0, 0 ആണെങ്കിൽ Y0 നമുക്ക് എന്ത് കിട്ടും, ഔട്ട്പുട്ടിനകത്ത് നമുക്ക് Y0 എന്ന് കിട്ടും. 0, 0, 0 ആണെങ്കിൽ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ സ്ലൈഡിൽ ഡിസ്കസ് ചെയ്തു. ഇനി Y1 ആണെങ്കിൽ 0, 0, 1 ആകുമ്പോൾ Y1 സെലക്ട് ചെയ്യും. Y7 ആണെങ്കിലോ 1, 1, 1. 111 ആണെങ്കിൽ Y7 നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഡി എന്ന് പറഞ്ഞ ഡാറ്റ Y7 എന്ന് പറഞ്ഞ ഔട്ട്പുട്ടിലെത്തുന്നു. ഇങ്ങനെയാണ് നമുക്ക് എന്ത് മനസ്സിലാക്കേണ്ടത്, ഡീമൾട്ടിപ്ലക്സറിൻ്റെ ആക്ഷൻ ഇങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കാം. ഇനി നോക്കൂ, അടുത്ത നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് 1:16 ഡീമൾട്ടിപ്ലക്സറാണ്. 1:16 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മക്സിൽ പഠിച്ച പോലെ തന്നെ ഡീമൾട്ടിപ്ലക്സറിലും എന്തുണ്ട്, 1:16 ഡീമൾട്ടിപ്ലക്സർ നമുക്ക് വരയ്ക്കാനുണ്ട്. അതേപോലെ നമുക്ക് എന്ത് ചെയ്യുക, 1:16 മൾട്ടിപ്ലക്സറിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, വരയ്ക്കാനുണ്ട്. സർക്യൂട്ട് ഡയഗ്രാം നിങ്ങൾ എന്ത് ചെയ്യുക, സ്വന്തമായിട്ട് മനസ്സിലാക്കി വരയ്ക്കുക. സിമ്പിളായിട്ടുള്ള കാര്യം, പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം എത്ര ഇൻപുട്ടും എത്ര ഔട്ട്പുട്ടും കാണപ്പെടുന്നുണ്ടെന്ന്. ഒരു ഇൻപുട്ടും 16 ഔട്ട്പുട്ടുമാണ് ഇതിനകത്ത് കാണപ്പെടുന്നത്. അതാണ് 1:16 ഡീമൾട്ടിപ്ലക്സർ എന്ന് പറയുന്നത്. ശ്രദ്ധിച്ചോളൂ, 1:16 ഡീമൾട്ടിപ്ലക്സർ ഹാസ് 1 ഇൻപുട്ട് ഡാറ്റ 4 സെലക്ട് ലൈൻസ് A, B, C and D and 16 output lines Y0 to Y15. 1:16 ഡീമൾട്ടിപ്ലക്സറിനകത്ത് ഒരു ഡാറ്റ ഇൻപുട്ടും 16 ഔട്ട്പുട്ടുകളും
അതുപോലെ 4 സെലക്ട് ലൈൻസുമാണ്. നമുക്കറിയാം 16 നമുക്ക് എങ്ങനെ കിട്ടുക, 2⁴ അല്ലേ, 2ൻ്റെ പവറിലല്ലേ നമ്മൾ കൺസിഡർ ചെയ്യുക. കഴിഞ്ഞ 1:8 മാർക്സിൽ നമ്മൾ എന്ത് ചെയ്തേ, 2:3 എന്ന് വെച്ചാൽ 8 ഔട്ട്പുട്ട്. അപ്പോൾ 3 സെലക്ട് ലൈൻസ്, ഇവിടെ 2:4 എന്ന് വെച്ചാൽ 16 ഔട്ട്പുട്ട്. അതിൽ 4 സെലക്ട് ലൈൻസ് നമുക്ക് കിട്ടും. അതാണ് ഫസ്റ്റത്തെ പോയിന്റ്. ഇനി ദിസ് ഈസ് ഇംപ്ലിമെൻറ്റഡ് യൂസിങ് ആൻഡ് നോട്ട് ഗേറ്റ്. ഇത് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ആൻഡ് ഗേറ്റും അതുപോലെ നോട്ട് ഗേറ്റും വെച്ചിട്ടാണ്. എല്ലാ സർക്യൂട്ടും നമ്മൾ അങ്ങനെ തന്നെയല്ലേ ചെയ്യുന്നത്, ആൻഡ് ഗേറ്റിലോട്ട് കൊടുക്കുന്നു, അതേപോലെ തന്നെ നോട്ട് ഉണ്ടെങ്കിൽ നോട്ട് ഗേറ്റിൽ നിന്ന് നമ്മൾ ഇൻപുട്ട് എടുക്കുന്നുണ്ട്. നോട്ട് ഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പം S0ൻ്റെ 1 എന്ന് പറഞ്ഞ ലൈൻ ഉണ്ടാവും, S0ക്ക് 0 എന്ന് പറഞ്ഞിട്ടുള്ള ലൈനും ഉണ്ടാവും അല്ലേ. ഇവിടെ നോക്കൂ, S2 എന്ന് പറഞ്ഞതിൻ്റെ 1 എന്ന് പറഞ്ഞിട്ടുള്ള ലൈനാണ് ഈ കാണുന്നത്, S2 എന്ന് പറഞ്ഞതിൻ്റെ 0 എന്ന് പറഞ്ഞ ലൈനാണ് ഈ കാണുന്നത്, അതായത് നോട്ട് ചെയ്തത്. അപ്പോൾ ഇവിടെ നമ്മളൊരു നോട്ട് ഗേറ്റ് യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ ആൻഡ് ഗേറ്റും യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് നമ്മൾ ഈ സ്ലൈഡിനകത്ത് പറഞ്ഞിട്ടുള്ളത്. നോക്കൂ, ഇനി 1 to 16 ഡീമൾട്ടിപ്ലക്സർ ഈസ് ഇംപ്ലിമെൻറ്റഡ് യൂസിങ് ദ ലോജിക് സർക്യൂട്ട് ബിലോ. നമ്മുടെ 1:16 ഡീമൾട്ടിപ്ലക്സർ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് നമ്മൾ നെക്സ്റ്റ് സ്ലൈഡിൽ കാണുന്ന ലോജിക് സർക്യൂട്ട് വെച്ചിട്ടാണ്. ഇംപ്ലിമെൻറ്റ് യൂസിങ് ലോജിക് സർക്യൂട്ട് ബിലോ. താഴെ കാണിച്ചിട്ടുള്ള ലോജിക് സർക്യൂട്ട് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. നോക്കിക്കോളൂ, ഇതാണ് നമ്മുടെ 1:16 ഡീമൾട്ടിപ്ലക്സറിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം. ശ്രദ്ധിച്ചോളൂ, സിമ്പിളായിട്ട് മനസ്സിലാക്കാം. എത്ര ഡാറ്റ ഇൻപുട്ട് ഉണ്ട്, ഒരൊറ്റ ഡാറ്റ ഇൻപുട്ടാണ് ഇതിനകത്ത് കാണപ്പെടുന്നത്. അതേപോലെ S1 S0 S1 S2 S3 നിങ്ങൾ അങ്ങനെ കൊടുത്താൽ മതി. ഈ കാണുന്ന പോലെ കൊടുക്കേണ്ട. S0 S1 S2 S3 എന്ന് പറഞ്ഞിട്ടുള്ള 4 സെലക്ട് ലൈൻസ് നിങ്ങൾ അടയാളപ്പെടുത്താം. അതേപോലെ 1 to 16 ഔട്ട്പുട്ട് അല്ലേ, Y0 മുതൽ Y15 വരെ, അതായത് Y0 Y1 Y2 Y3 Y4 Y5 Y6 Y7 Y8 Y9 Y10 Y11 12 13 14 15 അങ്ങനെ 16 ഔട്ട്പുട്ടുകളും അടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ സെലക്ട് ഇൻപുട്ട് മാർക്ക് ചെയ്യുമ്പോൾ ഈ കാണുന്ന ട്രൂത്ത് ടേബിൾ കാണുന്ന S3 S2 S1 S0 എന്ന് കണ്ടില്ലേ, അതേപോലെ ഇവിടെ മാർക്ക് ചെയ്താൽ മതി. ഈ താഴെ കൊടുത്തിട്ടുള്ളത് ഓക്കെ. നിങ്ങൾ എന്ത് ചെയ്യുക, S0 S1 S2 S3 എന്നാക്കി മാറ്റിയാൽ മതി. ഈ കാണുന്ന സെലക്ട് ലൈൻസ് S0 S1 S2 S3 ആക്കി മാറ്റിയാൽ മതി. അങ്ങനെ എഴുതിയാൽ മതി. ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ S3 S2 S1 S0 എന്ന് കണ്ടില്ലേ, അതേപോലെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇതേപോലെ ആക്കി എഴുതിയാൽ മതി, എന്നാൽ കൺഫ്യൂഷൻ വരില്ല. നോക്കിക്കോളൂ, ഈ കാണുന്നതാണ് എന്ത്, ബ്ലോക്ക് ഡയഗ്രാം 1:16 നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി നോക്കൂ, 1:16 ട്രൂത്ത് ടേബിളാണ് സ്ക്രീനിനകത്ത് കൊടുത്തിട്ടുള്ളത്. നോക്കൂ, S0 S1 S2 S3 എന്ന് പറഞ്ഞിട്ടുള്ള 4 സെലക്ട് ലൈൻസുമുണ്ട്, ഒരു ഔട്ട്പുട്ടിൻ്റെ സെക്ഷനുമുണ്ട്. നമുക്കറിയാം, സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് കോമ്പിനേഷൻസ് കൊടുക്കുന്നത്. നോക്കൂ, 0 0 0 0 നമുക്കറിയില്ല എങ്ങനെ കൊടുക്കുക, 0 0 0 0 0 0 0 0 4 0 സെറ്റ് കൊടുക്കും. 0 1 0 1 0 1 0 1 4 0 1ൻ്റെ സെറ്റ് കൊടുക്കും. 4 1 0ൻ്റെ കോമ്പിനേഷനും കൊടുക്കും, 4 1 1ൻ്റെ കോമ്പിനേഷനും കൊടുക്കും. അങ്ങനെ ഈ 2 ഭാഗം നമ്മൾ ഓക്കെ ആക്കി. ഇനി അടുത്ത 2 ഇൻപുട്ട് അങ്ങനെ കൊടുക്കുക, 0 0 0 1 1 0 1 1 വീണ്ടും 0 0 0 1 1 0 1 1 വീണ്ടും 0 0 0 1 1 0 1 1 ആൻഡ് ഫൈനലി വീണ്ടും 0 0 0 1 1 0 1 1. ഇങ്ങനെ നമ്മൾ ഹെക്സാ ഡെസിമലിൻ്റെ നമ്പർ സിസ്റ്റം നമ്മൾ എഴുതിയ ഡെസിമൽ നമ്പർ സിസ്റ്റം നമ്മൾ എഴുതിയിട്ടുള്ളതാണ്. ഇത് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിനകത്തൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ഈ എഴുതാൻ 0 മുതൽ 15 വരെ എഴുതാൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. അതേ കോമ്പിനേഷൻസ് തന്നെയാണ് നമ്മൾ ഇതിനകത്തും കൊടുക്കുന്നത്. ഒറ്റ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, ആദ്യത്തെ നമ്മുടെ ഇൻപുട്ട് എന്നത് ശ്രദ്ധിച്ചോളൂ, നമ്മുടെ ഫസ്റ്റത്തെ ഇൻപുട്ട് 0 0 0 0 4 0 0 0 ആണെങ്കിൽ നമ്മുടെ Y0 എന്ന് പറഞ്ഞ ഔട്ട്പുട്ടായിട്ട് നമുക്ക് കിട്ടുക. അതായത് D എന്ന് പറഞ്ഞത് Y0ക്കകത്തോട്ട് പോകുന്നു, Y0യിൽ നമുക്ക് കിട്ടും. അടുത്തത് 0 0 0 1 ആണെങ്കിൽ നമ്മുടെ D എന്ന് പറഞ്ഞത് നമുക്ക് Y1ൽ കിട്ടുന്നു. അതാണ് ഇവിടെ Y1 എന്ന ഔട്ട്പുട്ട് കിട്ടിയത്. അടുത്ത് നോക്കൂ, 0 0 1 0 ആണെങ്കിൽ Y2ൽ കിട്ടുന്നു. ഡാറ്റ എന്നത് Y2ക്കകത്തെത്തും. 0 0 1 1 ആണെങ്കിൽ നമ്മുടെ ഡാറ്റ എന്നത് Y3ൽ കിട്ടുന്നു. 0 1 0 0 ആണെങ്കിൽ ഡാറ്റ Y4ൽ കിട്ടുന്നു.
0101 ആണെങ്കിൽ ഡാറ്റ Y5ൽ കിട്ടുന്നു, 0110 ആണെങ്കിൽ Y6ൽ കിട്ടുന്നു. അങ്ങനെ നമുക്ക് എല്ലാതും പോയി ലാസ്റ്റ് നമ്മുടെ 1111 ആണെങ്കിൽ നമ്മുടെ ഡാറ്റ നമുക്ക് Y15ൽ കിട്ടുന്നു. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഔട്ട്പുട്ടിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഓരോരോ പെർട്ടിക്കുലർ കോമ്പിനേഷൻസ് നമ്മൾ കൊടുക്കുന്നു, അതിൻ്റെ ഈക്വലായിട്ടുള്ള ഔട്ട്പുട്ട് സെക്ഷൻ നമ്മൾ മാർക്ക് ചെയ്യുന്നു. ഫസ്റ്റത്തെ നമുക്കറിയാം എന്താ, എല്ലാ കോമ്പിനേഷൻസും 0 ആണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ട് എന്നത് Y0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ, എല്ലാ ഇൻപുട്ടും നമ്മൾ കൊടുക്കുന്ന സെലക്ട് ലൈൻസിൽ കൊടുക്കുന്ന എല്ലാ കോമ്പിനേഷൻസും അഥവാ എല്ലാ ഇൻപുട്ടും 1 ആണെങ്കിൽ 1111 ആണ് നമ്മുടെ സെലക്ട് ലൈൻസ് തിരഞ്ഞെടുത്തത് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ട് എന്നത് Y15ലായിരിക്കും. നമ്മൾ കൊടുക്കുന്ന ഡാറ്റ ഇൻ ഡി എന്ന് പറയുന്നത് നമുക്ക് Y15ലായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. ഇതാണ് നമ്മുടെ 1:16 ട്രൂത്ത് ടേബിൾ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ട്രൂത്ത് ടേബിൾ വെച്ചിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് എന്ത് ചെയ്യണം, സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കണം. ഇതിനകത്ത് ഞാൻ കാണിച്ചിട്ടില്ല, നിങ്ങൾ സ്വന്തമായിട്ട് എന്ത് ചെയ്യുക, സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുക. സിമ്പിളായിട്ട് വരയ്ക്കാവുന്നതേ ഉള്ളൂ. എന്താണ് ആദ്യം നമ്മൾ എന്താ ചെയ്യുക, ഒരു S0 വരയ്ക്കും അല്ലേ, S0 വരയ്ക്കും. അതിന് നമ്മളൊരു നോട്ട് ഗേറ്റ് കൊടുക്കും. അടുത്ത് നമ്മളൊരു S1 വരയ്ക്കും. അതിന് നമ്മൾ വീണ്ടും ഒരു നോട്ട് ഗേറ്റ് കൊടുക്കും. S2 വരയ്ക്കും, നോട്ട് ഗേറ്റ് കൊടുക്കുന്നു. അതേപോലെ നമ്മൾ S3 വരയ്ക്കുന്നു, അതിനും ഇതേപോലെ ഒരു നോട്ട് ഗേറ്റ് കൊടുക്കുന്നു. S2 വരയ്ക്കും, S3 വരയ്ക്കും. ഇത് നമ്മുടെ 1ൻ്റെ ലൈന്, ഇത് നമ്മുടെ 0ൻ്റെ ലൈന്. ഇത് 1ൻ്റെ ലൈന്, ഇത് 0ൻ്റെ ലൈൻ. 1ൻ്റെ ലൈന്, 0ൻ്റെ ലൈൻ അല്ലേ. സപ്പോസ് നമ്മുടെ കോമ്പിനേഷൻ നോക്കിക്കോളൂ, 0 0 0 0 ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, ഫസ്റ്റ് ഈ 0യിൽ നിന്നൊരു ലൈൻ വരയ്ക്കും, ഈ 0യിൽ നിന്നൊരു ലൈൻ വരയ്ക്കും, ഈ 0യിൽ നിന്ന് ലൈൻ വരയ്ക്കും, ഈ 0യിൽ നിന്ന് ലൈൻ വരയ്ക്കും. എല്ലാതും നമ്മൾ എന്തിലോട്ട് കൊടുക്കും, ആൻഡ് ഗേറ്റിലോട്ട് കൊടുക്കുന്നു. ഒരു D എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സ്ട്രാ ലൈൻ നമ്മൾ വരയ്ക്കും അല്ലേ. എന്നിട്ട് നമ്മൾ Y0 എന്ന് അടയാളപ്പെടുത്തുന്നു. ഇതേപോലെ എന്താ നിങ്ങൾ ചെയ്യേണ്ടേ, ഇതേപോലെ 15 ആൻഡ് ഗേറ്റ് നമുക്ക് കിട്ടും. 15 ഉള്ളത് എന്ത് ചെയ്യുക, നിങ്ങൾ ഇതേപോലെ ഫിഗർ വരയ്ക്കുക, സ്വന്തമായിട്ട് വരയ്ക്കുക. 15 ഇൻപുട്ട് കൊടുക്കുമ്പോൾ, 15 കോമ്പിനേഷൻസ് കൊടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക, 15 ഗേറ്റുകൾ കിട്ടും അല്ലേ. അത്യാവശ്യം ഒരു വലിയൊരു സർക്യൂട്ട് ഡയഗ്രാം ആയിരിക്കും. അപ്പം നിങ്ങൾ സ്വന്തമായിട്ട് വരയ്ക്കുക. നമ്മൾ മൾട്ടിപ്ലക്സർ വരച്ചില്ലേ, അതേപോലെ തന്നെ ഡി മൾട്ടിപ്ലക്സറും വരയ്ക്കുക. മൾട്ടിപ്ലക്സറിനകത്ത് നമ്മൾ എന്താ ചെയ്തിട്ടുണ്ടായിരുന്നേ, മൾട്ടിപ്ലക്സറിനകത്ത് നമ്മൾ അവസാനമായിട്ട് നമ്മൾ എല്ലാതും കൂടെ ഓർ ഗേറ്റിലോട്ട് കൊടുത്തിരുന്നു. പക്ഷേ ഡി മൾട്ടിപ്ലക്സർ ആണെങ്കിൽ അങ്ങനെയല്ല, നമുക്ക് എല്ലാതും സെപ്പറേറ്റുള്ള 16 ഗേറ്റുകൾ നമുക്ക് കിട്ടും. അതായത് 0 മുതൽ 15 വരെയുള്ള ഗേറ്റുകൾ നമുക്ക് എല്ലാതും ആൻഡ് ഗേറ്റ് കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഔട്ട്പുട്ട് മെഷർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് എന്ത് ചെയ്യുക, 1:16 മൾട്ടിപ്ലക്സറിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം നിങ്ങൾ സ്വന്തമായിട്ട് വരയ്ക്കുക. അപ്പോൾ നമ്മൾ എന്താ ചെയ്ത്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 4:1 ഡി മൾട്ടിപ്ലക്സറും 2:1 ഡി മൾട്ടിപ്ലക്സറിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ അതിനകത്ത് വരച്ച അതേപോലെ തന്നെ സർക്യൂട്ട് ഡയഗ്രാം 1:16 മാർക്ക് ചെയ്യാം. ഇനി നോക്കോളൂ, നമുക്ക് അടുത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ആപ്ലിക്കേഷൻ ഓഫ് ഡിമക്സ. ആപ്ലിക്കേഷൻസ് ഓഫ് ഡിമക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, മൾട്ടിപ്ലക്സറിൻ്റെ ആപ്ലിക്കേഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതേപോലെ തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതാണ് ആപ്ലിക്കേഷൻസ് ഓഫ് ഡി മൾട്ടിപ്ലക്സേഴ്സ്. ഡി മൾട്ടിപ്ലക്സറിൻ്റെ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീരിയൽ ടു പാരലൽ ഡാറ്റ ട്രാൻസ്മിഷൻ ഒന്നാമത്തെ ആപ്ലിക്കേഷനാണ്. സീരിയൽ ടു പാരലൽ ഡാറ്റ ട്രാൻസ്മിഷൻ എന്ത് ചെയ്യും, അത് സഹായിക്കുന്നുണ്ട്. രണ്ടാമത്തെ സിങ്ക്രണസ് ഡാറ്റ ട്രാൻസ്മിഷൻ ആൻഡ് മൂന്നാമത്തെ സെക്യൂരിറ്റി മോണിറ്ററിംഗ് സിസ്റ്റം. ഈ പറഞ്ഞിട്ടുള്ള 3 എണ്ണമാണ് നമ്മുടെ ഡി മൾട്ടിപ്ലക്സറിൻ്റെ ആപ്ലിക്കേഷൻസ്. ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്, നമ്മൾ 3 ആപ്ലിക്കേഷൻസാണ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. സീരിയൽ ടു പാരലൽ ഡാറ്റ ട്രാൻസ്മിഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അതായത് ഒരു ആപ്ലിക്കേഷനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. സിങ്ക്രണസ് ഡാറ്റ ട്രാൻസ്മിഷനിൽ ഡി മൾട്ടിപ്ലക്സറിൻ്റെ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. സെക്യൂരിറ്റി മോണിറ്ററിംഗ് സിസ്റ്റത്തിൽ നമ്മുടെ ഡി മൾട്ടിപ്ലക്സറിൻ്റെ ആപ്ലിക്കേഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഡി മൾട്ടിപ്ലക്സറും അതുപോലെ മൾട്ടിപ്ലക്സറും അത്യാവശ്യം ദേ ആർ വെരി ഇമ്പോർട്ടൻറ്റ്, കോമൺലി യൂസ്ഡ് ഫോർ ദ കമ്മ്യൂണിക്കേഷൻസ് മേഖലകളിൽ ഒരുപാട് ഉപയോഗിക്കുന്നതാണ് നമ്മുടെ ഡി മൾട്ടിപ്ലക്സറും അതുപോലെ തന്നെ നമ്മുടെ മൾട്ടിപ്ലക്സേഴ്സും. ഇതാണ് ആപ്ലിക്കേഷൻസ് ഓഫ് ഡി മൾട്ടിപ്ലക്സർ. ഇതോടുകൂടി നമ്മുടെ മൾട്ടിപ്ലക്സറും ഡി മൾട്ടിപ്ലക്സറും നമ്മൾ എന്ത് ചെയ്തു, ഫിനിഷ് ചെയ്തു. ഇനി നമ്മുടെ അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇതേപോലെ തന്നെ അടുത്ത നമ്മുടെ സെക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻകോഡറും അതുപോലെ ഡീകോഡറുമാണ്. എൻകോഡേഴ്സ് ആൻഡ് ഡീകോഡേഴ്സ്. കോഡിംഗ് എന്താ നമുക്കറിയില്ലേ, അതേപോലെ ഡീകോഡിംഗ് എന്താണെന്ന് അറിയില്ലേ, അത് തന്നെയാണ് എൻകോഡറും അതുപോലെ തന്നെ ഡീകോഡറും ചെയ്യുന്നത്. എൻകോഡർ നോക്കിക്കോളൂ. ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ സർക്യൂട്ട് വിത്ത് മൾട്ടിപ്പിൾ ഇൻപുട്സ് ഓൺലി വൺ ഓഫ് വിച്ച് ഇസ് ആക്ടിവേറ്റഡ് അറ്റ് എ ഗിവൺ ടൈം ആൻഡ് പ്രൊഡ്യൂസസ് ആൻ ഔട്ട്പുട്ട് കോഡ് ഡിപ്പെൻഡിങ് ഓൺ വിച്ച് ഇൻപുട്ട് ഈസ് ആക്ടിവേറ്റഡ്. എൻകോഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോമ്പിനേഷൻ സർക്യൂട്ടാണ്. അതിനകത്ത് മൾട്ടിപ്പിൾ ഇൻപുട്ടുകൾ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ അറ്റ് എ ഗിവൺ ടൈമിൽ ഓൺലി വൺ ഓഫ് വിച്ച് ഇസ് ആക്ടിവേറ്റഡ്, ഏതെങ്കിലും ഒന്ന് മാത്രമേ ആക്ടിവേറ്റ് ചെയ്യുകയുള്ളൂ. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഒരു ഔട്ട്പുട്ട് കോഡ് പ്രൊഡ്യൂസ് ചെയ്യും. ഏതാണോ ഇൻപുട്ട് ആക്ടിവേറ്റ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അറ്റ് എ ടൈമിൽ ഒരു ഔട്ട്പുട്ടിൽ ഒരു കോഡ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എൻകോഡർ ഉപയോഗിക്കുന്നത്. മെയിനായിട്ട് നമ്മൾ സെക്യൂരിറ്റി, ഡാറ്റ എൻക്രിപ്ഷൻ, ഡാറ്റ ഡിക്രിപ്ഷൻ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ. നമ്മളെ പ്രോഗ്രാമിംഗ് സെക്ഷൻസിലൊക്കെ എന്താ ചെയ്യുക, ഡാറ്റ കോഡിങ്ങും ഡീകോഡിങ്ങും ഒക്കെ നമ്മൾ ചെയ്യാറില്ലേ. അതേപോലെ തന്നെ എൻകോഡറും ചെയ്യുന്നത് ഒരു കോഡിംഗ് ആക്ഷനാണ് എൻകോഡർ ചെയ്യുക. നോക്കിക്കോളൂ. ഇറ്റ് ഹാസ് n നമ്പർ ഓഫ് ഇൻപുട്ട് ലൈൻസ് ആൻഡ് m നമ്പർ ഓഫ് ഔട്ട്പുട്ട് ലൈൻസ്. എൻകോഡറിനകത്ത് n ഇൻപുട്ടുകളുണ്ട്, m നമ്പർ ഓഫ് ഔട്ട്പുട്ട് സെക്ഷൻസുമുണ്ട്. ദ എൻകോഡർ ആക്സെപ്റ്റ് n ഇൻപുട്ട് ഡിജിറ്റൽ വേർഡ് ആൻഡ് കൺവേർട്ട് ടു an m ബിറ്റ് അനദർ ഡിജിറ്റൽ വേർഡ്. ഇതെന്താ ചെയ്യുന്നത്, n ഇൻപുട്ട് ഡിജിറ്റൽ വേർഡിനെ എൻകോഡർ ആക്സെപ്റ്റ് ചെയ്യുന്നു, എന്നിട്ട് m ബിറ്റ് ഡിജിറ്റൽ വേർഡിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പം നമുക്ക് ഈ സെൻറ്റൻസ് നമുക്ക് എന്താ മനസ്സിലാക്കാം, n ഇൻപുട്ട് അല്ലേ, ഒരുപാട് n ഇൻപുട്ട് നമ്മൾ എന്ത് ചെയ്യും, എൻകോഡറിലോട്ട് കൊടുക്കുമ്പോൾ എൻകോഡർ എന്ത് ചെയ്യുന്നു, നമുക്ക് ഔട്ട്പുട്ടിൽ m ഔട്ട്പുട്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യും. ഇതാണ് എൻകോഡർ ചെയ്യുന്ന കാര്യം. നോക്കൂ, അടുത്ത ഇറ്റ്സ് എൻ ഇൻപുട്ട് ഡിവൈസ്. എൻകോഡർ എന്താണ്, ഒരു ഇൻപുട്ട് ഡിവൈസാണ് എൻകോഡർ എന്നാൽ. ഇതാണ് നമ്മുടെ എൻകോഡർ. എൻകോഡർ ഇസ് കോമ്പിനേഷൻ സർക്യൂട്ട് വിത്ത് മൾട്ടിപ്പിൾ ഇൻപുട്സ്. ഇറ്റ് ഹാസ് n നമ്പർ ഓഫ് ഇൻപുട്ട് ലൈൻസ് ആൻഡ് m നമ്പർ ഓഫ് ഔട്ട്പുട്ട് ലൈൻസ്. ഈ സ്ക്രീനിൽ കൊടുത്തത് കണ്ടോ, 2n ഇൻപുട്ട് ലൈൻസുമുണ്ട്, അതുപോലെ n ഔട്ട്പുട്ട് ലൈൻസുമുണ്ട്. n ഇൻപുട്ടും 2n ഇൻപുട്ടും n ഔട്ട്പുട്ടും, അല്ലെങ്കിൽ n ഇൻപുട്ടും m ഔട്ട്പുട്ടും, ഇങ്ങനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ. ഇനി ഇതിനകത്ത് നമുക്ക് അടുത്ത പഠിക്കാനുള്ളൊരു സെക്ഷനാണ് എൻകോഡറിൽ വരുന്ന ഒരു സബ് ക്ലാസിഫിക്കേഷനാണ് നമ്മുടെ പ്രയോറിറ്റി എൻകോഡർ. പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, മുൻഗണന വെച്ചിട്ട് അല്ലേ, നമ്മുടെ എന്താണോ അടിസ്ഥാനപരമായിട്ടുള്ള മുൻഗണന അതനുസരിച്ചിട്ട്. ഈ പ്രയോറിറ്റി എൻകോഡർ നമ്മൾ ഒരുവിധം എല്ലാ പ്രോഗ്രാമിംഗ് സെക്ഷൻസുകളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഓൾറെഡി ഈ മൈക്രോ പ്രോസസ്സർ കൺട്രോളറൊക്കെ പ്രോഗ്രാമിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം, ഇപ്പം നമ്മൾ സപ്പോസ് ഒരു പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്ത് ചെയ്യും, അടുത്തൊരു പ്രോഗ്രാം ഒരു ഇൻ്ററപ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടേം ഉണ്ട്. ഇൻ്ററപ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ടേം എന്ത് ചെയ്യുക, ഒരു പ്രോഗ്രാം കൊണ്ടുവരുന്നു, ചെയ്തുകൊണ്ടിരിക്കുന്ന മെയിൻ പ്രോഗ്രാമിലോട്ട് ഒരു ഡിസ്റ്റർബൻസ് ആയിട്ട് വരും, ആ പ്രോഗ്രാമിലോട്ട് ഡിസ്റ്റർബൻസ് ആയിട്ട് വരും. അപ്പോൾ എന്താ ചെയ്യുക, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാമിനെ സ്റ്റോപ്പ് ചെയ്യും. എന്നിട്ട് ഈ ഇൻ്ററപ്റ്റ് കൊണ്ടുവന്ന പ്രോഗ്രാം എന്താ, പ്രയോറിറ്റി ഏതാണോ നമ്മൾ നോക്കും, ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാമാണോ അത് ഇൻ്ററപ്റ്റ് കൊണ്ടുവന്ന പ്രോഗ്രാമാണോ പ്രയോറിറ്റി നോക്കും. ആ പ്രയോറിറ്റിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്യും, പ്രോഗ്രാമിംഗ് കണ്ടിന്യൂ ചെയ്യും. അങ്ങനത്തെ പ്രയോറിറ്റികളെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഏത് പ്രയോറിറ്റി അടിസ്ഥാനത്തിലാണോ അത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന എൻകോഡറാണ് പ്രയോറിറ്റി എൻകോഡർ. നോക്കൂ, പ്രയോറിറ്റി എൻകോഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളൊരു സർക്യൂട്ട്, ഇറ്റ് ഈസ് എ സർക്യൂട്ട് ഓർ എൻ അൽഗോരിതം ദാറ്റ് കംപ്രസ് മൾട്ടിപ്പിൾ ബൈനറി ഇൻപുട്ട് ഇൻ ടു എ സ്മോൾ നമ്പർ ഓഫ് ഔട്ട്പുട്ട്. അങ്ങനെയും നമ്മൾ പറയും. പ്രയോറിറ്റി എൻകോഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർക്യൂട്ടാണ്, അല്ലെങ്കിൽ അതെന്താ, ഒരു അൽഗോരിതമാണ്. അതെന്താ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, മൾട്ടിപ്പിൾ ആയിട്ടുള്ള ബൈനറി ഇൻപുട്ടിനെ സ്മോൾ നമ്പർ ഓഫ് ഔട്ട്പുട്ടാക്കി കൺവേർട്ട് ചെയ്യുന്നു. മൾട്ടിപ്പിൾ ബൈനറി ഇൻപുട്ടിനെ സ്മോൾ നമ്പർ ഓഫ് ഔട്ട്പുട്ടിലോട്ട് കൺവേർട്ട് ചെയ്യും. ഇതാണ് നമ്മുടെ പ്രയോറിറ്റി എൻകോഡർ. ശ്രദ്ധിച്ചോളൂ, നിങ്ങൾക്ക് നോട്ടിന് വേണമെങ്കിൽ എഴുതിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ, ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടില്ല. It is a circuit. Priority encoder is a circuit or algorithm that compresses multiple binary input into a small number of output എന്ന് നമുക്ക് പ്രയോറിറ്റി എൻകോഡറിനെ മെൻഷൻ ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് എന്ത് പറയാം, പ്രയോറിറ്റി എൻകോഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ദീസ് ആർ യൂസ്ഡ് ടു കൺട്രോൾ interrupt request by acting on the highest priority interrupt input. These are used to control interrupt request by acting on the
ഹയസ്റ്റ് പ്രയോറിറ്റി ഇൻറപ്റ്റ് ഇൻപുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്താ, ദേ ആർ യൂസ് ടു കൺട്രോൾ ഇൻറപ്റ്റ് റിക്വസ്റ്റിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ നമ്മൾ ഒരുപാട് പ്രോഗ്രാമിംഗ് ചെയ്യുമ്പോൾ ഒരു സെക്ഷൻ ഓഫ് പ്രോഗ്രാം നമ്മുടെ കയ്യിനകത്തുണ്ടെങ്കിൽ നമ്മുടെ പ്രയോറിറ്റി അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യും, പ്രോഗ്രാമിനെ തിരഞ്ഞെടുക്കുന്നു. ഒരു 10 പ്രോഗ്രാം ഉണ്ടെങ്കിൽ ഏത് പ്രോഗ്രാമിനാണോ ഫസ്റ്റ് പ്രയോറിറ്റി ആ പ്രോഗ്രാം നമ്മൾ സെലക്ട് ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രയോറിറ്റി എൻകോഡർ യൂസ് ചെയ്യുക. അതേപോലെ എന്താ, ഈഫ് അതിനകത്ത് നമുക്ക് പറയാവുന്ന വേറൊരു പോയിൻ്റാണ് എന്ത്, ഈ എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം, ഈഫ് 2 or more ഇൻപുട്ട്സ് ആർ ഗിവൺ അറ്റ് എ സെയിം ടൈം. ഒരേ സമയത്ത് നമ്മൾ ഒന്നിലധികം ഇൻപുട്ടുകൾ കൊടുത്തു കഴിഞ്ഞാൽ ഏത് ഇൻപുട്ടിനാണോ പ്രയോറിറ്റി അതായിരിക്കും ഫസ്റ്റ് പരിഗണിക്കപ്പെടുക. അതാണ് സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഒന്നിലധികം ഇൻപുട്ട് കൊടുത്താൽ ഏതിനാണോ പ്രയോറിറ്റി അതായിരിക്കും നമ്മൾ ഫസ്റ്റ് കൺസിഡർ ചെയ്യുക. അത്രയേ ഉള്ളൂ. അതിനാണ് നമ്മൾ പ്രയോറിറ്റി എൻകോഡർ യൂസ് ചെയ്യുന്നത്. ഇത്രയും ഡീറ്റെയിൽഡായിട്ട് പറയേണ്ട, ജസ്റ്റ് ഇത്ര മാത്രം പറഞ്ഞാൽ മതി. ഏതാണോ പ്രയോറിറ്റി ഉള്ള ഡാറ്റ അല്ലെങ്കിൽ പ്രയോറിറ്റി അടിസ്ഥാനത്തിൽ ഏതാണോ ഇൻപുട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യും, സെലക്ട് ചെയ്യുന്നു. അത്രയേ ഉള്ളൂ. അപ്പോൾ 4:2 എൻകോഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ഇൻപുട്ട് D0, D1, D2, D3 എന്ന് പറഞ്ഞ 4 ഇൻപുട്ടും 2 ഔട്ട്പുട്ടും, Y0, Y1 എന്ന് പറഞ്ഞിട്ടുള്ള 2 ഔട്ട്പുട്ടും. അതിൻ്റെ ട്രൂത്ത് ടേബിളാണ് വരച്ചിട്ടുള്ളത്. D3, D2, D1, D0 എന്ന് പറഞ്ഞിട്ടുള്ള ഇൻപുട്ട് വരച്ചു. അതുപോലെ Y1, Y0 എന്ന് വരച്ചു. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് വരയ്ക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ഈ രീതിയിൽ വരയ്ക്കാം, അല്ലെങ്കിൽ ഇങ്ങനെയും വരയ്ക്കാം. ഇതിനകത്ത് ഞാൻ കൊടുത്തു നോക്കൂ, D0, D1, D2, D3 എന്ന് കൊടുത്തു അല്ലേ. 2 ഇതിൽ മെൻഷൻ ചെയ്യാം കേട്ടോ, ശ്രദ്ധിച്ചോളൂ. ഇതിനകത്ത് നോക്കൂ, D3, D2, D1, D0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0, 0, 0, 1 അല്ലേ കൊടുത്ത്. ഫസ്റ്റ് നമ്മൾ താഴെ നിന്ന് വരുന്നു, താഴോട്ട് നോക്കൂ. താഴെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കാം, ഇതിനകത്ത് നോക്കോളൂ. ഇവിടെ നോക്കൂ, 0, 0, 0, 0 ആണെങ്കിൽ 4 ബിറ്റും 0 ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ട് ഒന്നും തന്നെ നമുക്ക് ഔട്ട്പുട്ടിനകത്ത് കിട്ടുന്നില്ല. നമ്മുടെ ഒരു പ്രയോറിറ്റി നമ്മളില്ല. Y0, Y1 എന്താ ക്രോസ് ചെയ്തിട്ടിട്ടുണ്ട്. ഈ ക്രോസ് ചെയ്തതിനെ നമ്മൾ ഡോണ്ട് കെയർ എന്നാ പറയുക. DONTCARE ഡോണ്ട് കെയർ എന്ന് വെച്ചാൽ 0, 0, 0, 0 ആണെങ്കിൽ നമുക്ക് എന്തില്ല, ഒരു ഔട്ട്പുട്ട് നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നില്ല. നോ പ്രയോറിറ്റി ഈസ് ഗിവൺ വെൻ ഓൾ ദി ഇൻപുട്ട്സ് ആർ 0. 0, 0, 0, 0 ആണെങ്കിൽ നമ്മൾ ഇനീഷ്യൽ സ്റ്റേറ്റാണ്, അതായത് ഇൻവാലിഡായിട്ട് കിടക്കുക. ഡോണ്ട് കെയറിലാണ് കിടക്കുന്നത്. ഒന്നും തന്നെ നമുക്ക് ഔട്ട്പുട്ടിനകത്ത് കിട്ടുന്നില്ല. അടുത്ത നോക്കൂ, 1, 0, 0, 0 എന്ന് കൊടുത്താൽ അങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഔട്ട്പുട്ടിൽ 0, 0 എന്ന് കിട്ടും. അടുത്ത നോക്കൂ, ഇവിടെ നമ്മൾ ഡോണ്ട് കെയർ കൊടുത്തു. ഈ D0ൽ നമ്മളൊരു ഡോണ്ട് കെയർ കൊടുത്തു, അല്ലെങ്കിൽ നമ്മളത് ക്രോസ് ചെയ്തു. കാരണം എന്താ, അതിൻ്റെ മുന്നത്തെ സ്റ്റേജിൽ നമ്മൾ ഇതിന് 1 എന്ന് പറഞ്ഞൊരു പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത് ഇവിടെ കൊടുക്കണ്ട, അടുത്ത D1ൽ 1 എന്ന് പറഞ്ഞ പ്രയോറിറ്റി കൊടുക്കുക. ഇനി എന്താ ചെയ്യുക, ഈ 1ന് ശേഷമുള്ള എല്ലാ ബിറ്റും 0 ആക്കുക. 1ൻ്റെ പിന്നിലുള്ളതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ക്രോസ് ചെയ്ത് പോവുക. എന്ന് വെച്ചാൽ ഡോണ്ട് കെയർ ആക്കി ഇടുക. അങ്ങനെയാണെങ്കിൽ നോക്കൂ, ഡോണ്ട് കെയർ ഇട്ടു. ഈ 1ന് ശേഷമുള്ളതൊക്കെ ഞാൻ 0 കൊടുത്തു. നമുക്ക് ഔട്ട്പുട്ട് എന്ത് കിട്ടി, 0, 1 എന്ന് കിട്ടി. രണ്ടാമത്തെ കോമ്പിനേഷൻ. ഇനി മൂന്നാമത്തെ നോക്കൂ, D2ൽ ഞാൻ 1 എന്ന് പറഞ്ഞ പ്രയോറിറ്റി കൊടുക്കുമ്പോൾ 1ന് പിന്നിലുള്ളതിനൊക്കെ ഞാൻ എന്ത് ചെയ്തു, ക്രോസ് ഇട്ടു. ഇതിൻ്റെ ബാക്കിലുള്ളതൊക്കെ ക്രോസ് ചെയ്ത് പോയി. മുന്നിലുള്ളതിനെ നോക്കൂ, 0 ഇട്ട് കൊടുത്തു അല്ലേ. അപ്പോൾ നോക്കൂ, ഡോണ്ട് കെയറും കൊടുത്തു, 1, 0 എന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് 1, 0 എന്ന് പറഞ്ഞ ഔട്ട്പുട്ട് കിട്ടി. ലാസ്റ്റ് നോക്കൂ, 1 എന്ന് പറഞ്ഞ പ്രയോറിറ്റി ഞാൻ D3ക്കാണ് കൊടുത്തത്. കാരണം ഇവിടെ D2ന് ഓൾറെഡി കിട്ടി, D1ന് ഓൾറെഡി കിട്ടി, D0ക്കും ഓൾറെഡി കിട്ടി. ഇനി ഫൈനലായിട്ട് D3ക്ക് ഞാൻ 1 കൊടുത്തു. അതിൻ്റെ ബാക്കിലുള്ള എല്ലാത്തിനെയും ഞാൻ ക്രോസ് ചെയ്ത് പോയി അല്ലേ. ഇതിനൊന്നും ഇനി പ്രയോറിറ്റി കൊടുക്കണ്ട, കാരണം ഓൾറെഡി ഇതിന് 1 കിട്ടിയതാണ്, ഇവിടെയും 1 കിട്ടിയതാണ്, ഇവിടെയും 1 കിട്ടിയ. അപ്പോൾ ഇതിനെ 3 ഞാൻ ഡോണ്ട് കെയർ വെച്ച് കൊടുത്തു. എന്നിട്ട് ഈ 1ൻ്റെ മുന്നിലുള്ള ആളെ നോക്കി, അവിടെ ആരുമില്ല, കാരണം 4 ബിറ്റല്ലേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്തു, അവിടെ 0 ഇട്ട് കൊടുക്കാൻ ആരുമില്ല. അപ്പോൾ 1 എന്ന് പറഞ്ഞ് ഇവിടെ ഞാൻ എഴുതിയിട്ട് ഔട്ട്പുട്ട് എന്നത് എന്ത് കിട്ടി, 1, 1 ആയിട്ട് കിട്ടി. പ്രയോറിറ്റി അടിസ്ഥാനത്തിൽ നമുക്ക് 1, 1 എന്ന് പറഞ്ഞ ഔട്ട്പുട്ട് കിട്ടി. ഇതാണെന്ത്, പ്രയോറിറ്റി എൻകോഡറിൻ്റെ 4:2 പ്രയോറിറ്റി എൻകോഡറിൻ്റെ ട്രൂത്ത് ടേബിൾ. നിങ്ങൾക്ക് ഇങ്ങനെ വരയ്ക്കാം. ഞാൻ ഇത് 0, 0, 0 എന്ന് പറഞ്ഞത് ലാസ്റ്റ് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാം ഒരേപോലെ തന്നെ ചെയ്യാം കേട്ടോ.
ഇതിന് സൈഡിൽ കൊടുത്ത് നോട്ട് നോക്കിക്കോളൂ. ഇറ്റ് ഈസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് എൻകോഡർ. പ്രയോറിറ്റീസ് ആർ ഗിവൺ ടു ദി ഇൻപുട്ട് ലൈൻസ്. ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് എൻകോഡറാണ്. പ്രയോറിറ്റി നമ്മൾ ഇൻപുട്ട് ലൈനിലാണ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നത്. ഇറ്റ് ഹാസ് 4 ഇൻപുട്ട് D3, D2, D1, D0. D3, D2, D1, D0 എന്ന് പറഞ്ഞാൽ 4 ഇൻപുട്ടുണ്ട് ആൻഡ് 2 ഔട്ട്പുട്ട്, 2 ഔട്ട്പുട്ടും ഉണ്ട്. D3 ഹാസ് ഹയസ്റ്റ് പ്രയോറിറ്റി ആൻഡ് D0 ഹാസ് ലോവസ്റ്റ് പ്രയോറിറ്റി. ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് പ്രയോറിറ്റി ഉള്ളത് D3ക്കും D0ക്കാണ്. ലോവസ്റ്റ് പ്രയോറിറ്റി ഉള്ളത് D0ക്കുമാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, എൻകോഡർ മനസ്സിലാക്കുക. നോക്കിക്കോളൂ, ഇതാണ് എൻകോഡറിൻ്റെ ഡയഗ്രാം. 2n ഇൻപുട്ട് ലൈൻസ് എൻകോഡറിലോട്ട് കൊടുക്കുന്നു, n ഔട്ട്പുട്ട് ലൈൻസ് നമുക്ക് കിട്ടുന്നു. ഇതാണ് എൻകോഡർ. ഇതാണ് പ്രയോറിറ്റി എൻകോഡർ. എ പ്രയോറിറ്റി എൻകോഡർ ഇസ് സർക്യൂട്ടർ അൽഗോരിതം ദാറ്റ് കംപ്രസ് മൾട്ടിപ്പിൾ ബൈനറി ഇൻപുട്ട് ഇൻ ടു എ സ്മോൾ നമ്പർ ഓഫ് ഔട്ട്പുട്ട്. ദ ഔട്ട്പുട്ട് ഓഫ് എ പ്രയോറിറ്റി എൻകോഡർ ഈസ് ബൈനറി റെപ്രസെൻറ്റേഷൻ ഓഫ് ഒറിജിനൽ നമ്പർ സ്റ്റാർട്ടിംഗ് ഫ്രം 0 ഓഫ് ദി മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഇൻപുട്ട് ബിറ്റ്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സാധാ നമ്പറിൻ്റെ ബൈനറി റെപ്രസെൻറ്റേഷനാണ് നമ്മുടെ പ്രയോറിറ്റി എൻകോഡറിനകത്ത് കൊടുക്കുന്നത്. സാധാ നമ്മുടെ ഫസ്റ്റത്തെ അതേപോലെ തന്നെ എന്താ, നമ്മൾ ബൈനറി മൾട്ടിപ്പിൾ ഇൻപുട്ട്സിനെ കംപ്രസ് ചെയ്തിട്ട് നമുക്ക് സ്മോൾ നമ്പർ ഓഫ് ഔട്ട്പുട്ടായിട്ട് കിട്ടും. ഇതാണ് പ്രയോറിറ്റി എൻകോഡറിൻ്റെ ഫിഗർ. 4:2 D0, D1, D2, D3 എന്ന് പറഞ്ഞ 4 ഇൻപുട്ടും 2 ഔട്ട്പുട്ടും അടങ്ങിയിട്ടുള്ള 4:2 എൻകോഡറിൻ്റെ ഫിഗറാണ് സ്ക്രീനിൽ കൊടുത്തിട്ടുള്ളത്. ഇതാണ് ട്രൂത്ത് ടേബിൾ. നമ്മൾ ഓൾറെഡി ഫസ്റ്റ് സ്ക്രീനിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അതേപോലെ തന്നെ ട്രൂത്ത് ടേബിളാണ് ഈ കാണിച്ചിട്ടുള്ളത്. അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രമാണ് ഈ വരച്ചിട്ടുള്ളത്. D0, D1, D2, D3 എന്ന് പറഞ്ഞിട്ടുള്ള 4 ഡാറ്റകളും കൊടുക്കുക. അതേപോലെ തന്നെ നമ്മളെ ട്രൂത്ത് ടേബിൾ വെച്ചിട്ട് എന്ത് ചെയ്യുക, നമ്മൾ സർക്യൂട്ട് ഡയഗ്രം വരയ്ക്കാം. ഒരു നോട്ട് ഗേറ്റ്, ഒരു ആൻഡ് ഗേറ്റ്, 2 ഓർ ഗേറ്റും. നിങ്ങൾ എന്ത് ചെയ്യുക, സർക്യൂട്ട് ഡയഗ്രം പ്രയോറിറ്റി എൻകോഡറിൻ്റെ ട്രൂത്ത് ടേബിൾ വെച്ചിട്ട് സർക്യൂട്ട് ഡയഗ്രം മനസ്സിലാക്കി വരയ്ക്കാം. ഇത് നമ്മൾ ഓൾറെഡി മക്സും ഡിമക്സൊക്കെ സർക്യൂട്ട് ഡയഗ്രം നോക്കിയിട്ട് 1 എവിടെയാണുള്ളത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ നമ്മൾ എടുക്കില്ലേ, അതേപോലെ തന്നെ പ്രയോറിറ്റി എൻകോഡറിലും നിങ്ങൾ സർക്യൂട്ട് ഡയഗ്രം വരയ്ക്കാം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. ഇനി നമ്മുടെ അടുത്ത ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യും, ഒക്ടൽ ടു ബൈനറി എൻകോഡർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെയുള്ള നോട്ടുകൾ കൃത്യമായിട്ട് എഴുതിയെടുക്കുക. ക്ലാസ് ഫുള്ളായിട്ട് കേട്ടിട്ട് നോട്ട് കൃത്യമായിട്ട് എഴുതിയെടുക്കുക. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഒക്ടൽ ടു ബൈനറി കൺവേർഷൻ തുടങ്ങുന്നതായിരിക്കും. ഒക്ടൽ ടു ബൈനറി ഉള്ള എൻകോഡർ നമ്മൾ അടുത്ത ക്ലാസ്സിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യും. താങ്ക് യു.